അധ്യായം 91 സൂറത്തു ഷംസ്. സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വശംസി വദുഹാഹാ. സൂര്യനും അതിന്റെ പൂർവാന്ന പ്രഭയും തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ. ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ. വന്നഹാരി ഇദാ ജല്ലാഹാ. പകൽ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. വല്ലൈലി ഇദാ യഗ്ശാഹാ. രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വസ്സമാഇ വമാ ബനാഹാ. ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം. വൽ അർദി വമാ ത്വഹാഹാ. ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹാ. ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് അത് അതിനെ തുടർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3ഉം 4ഉം വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിന്റെയും കർത്താവായ ആ മഹാശക്തിയെ കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അല്ലാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവന്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8ാം വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്ത് ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ശക്തിമഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.